ഹായ് ഫ്രണ്ട്സ്, MD കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റവ കേക്കാണ്. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. പഞ്ചസാര 5 ടേബിൾ സ്പൂൺ, 3 ഏലക്കയും കൂടെ ഇട്ട് നമ്മൾ പൊടിച്ചെടുത്തതാണ് മിക്സിയിൽ. മൈദ 5 ടേബിൾ സ്പൂൺ, വാനില എസൻസ്, തൈര് 1/4 കപ്പ്, എണ്ണ 1/4 കപ്പ്, റവ 1.5 കപ്പ്, അതും മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഈനോ 1 പാക്കറ്റ്, പാല് 1 ഗ്ലാസ്. ആദ്യം ഒരു ബൗളിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന റവയും കൂടെ ചേർത്ത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ 1 ഗ്ലാസ് പാല് മതിയാവില്ല, ആവശ്യമനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് റവ ആയതുകൊണ്ട് അതിന് കുതിർന്ന് വരുമ്പോൾ ആവശ്യത്തിന് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മൈദയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. റവ നന്നായിട്ടൊന്ന് കുതിർന്ന് വരാനായിട്ടാണ്. നമുക്കതൊന്ന് അടച്ച് വെക്കാം.
അതിന് ശേഷം തുറന്നതിന് ശേഷം കുറച്ചുകൂടെ പാല് റവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. റവ കുറച്ചുകൂടെ പാല് ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. നമുക്ക് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ സ്റ്റൗവിൽ കുക്കർ വെച്ചിട്ട് അതിൽ ഉപ്പ് സ്റ്റാൻഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഈനോ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 പാക്കറ്റ്, ഒരു പാക്കറ്റ് ആയാലും കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പുറത്തായിട്ട് കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുക്കാം. അത് ഈനോ പതഞ്ഞ് വരുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പാത്രത്തിൽ നമ്മൾ നേരത്തെ ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റവ കേക്കിൻ്റെ കൂടെ ഫ്രൂട്ടിയും കൂടെ ചേർന്ന് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടിരിക്കും. അതിൻ്റെ പുറത്തുകൂടെ കുറച്ച് ഫ്രൂട്ടി ഇട്ടതിന് ശേഷം അപ്പോൾ ഒന്ന് തട്ടി അകത്തുള്ള എയർ ഒന്ന് കളഞ്ഞു കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ ഹീറ്റ് ചെയ്യാനായി വെച്ചിട്ടുള്ള കുക്കറിനകത്ത് ഇറക്കി അടച്ച് വെച്ചതിന് ശേഷം ഒരു 40 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ടോ നോക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. സൈഡെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും വെന്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് കുത്തി ഒന്ന് നോക്കാം. കേക്ക് വെന്തിട്ടുണ്ട്. മാവായിട്ടൊന്നും പിടിച്ചിട്ടില്ല. നമുക്ക് ഇനി ഇത് ഇറക്കി വെച്ച് ഒരു തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നോക്കാം. നമ്മുടെ കേക്ക് വളരെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കേക്കാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കട്ട് ചെയ്ത് നോക്കി ഇതാ നല്ല സോഫ്റ്റായിട്ടുണ്ട്. എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി.